early people lived in a harsh society. Early people എന്ന് പറയുമ്പോൾ primitive people, right? അപ്പോൾ നമുക്കറിയാം അവരുടെ ഒരു വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ അവരുടെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് ഫോർ സർവൈവിങ്. അവർക്കറിയാം ലൈക്ക് ദാറ്റ് പീരീഡ് ദേ ജസ്റ്റ് വോണ്ട് ടു സർവൈവ്, ദേ വോണ്ട് ടു കൺസ്യൂം സം ഫുഡ്, അല്ലെങ്കിൽ ദേ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദിയർ ഫാമിലി ഓർ വിത്തിൻ എ ട്രൈബ്, അല്ലെങ്കിൽ അവരുടെ ഒരു ട്രൈബിനകത്ത് നിന്നുകൊണ്ട് തന്നെ ചെറിയ വർക്കുകളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ആ വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സംതിങ് ലൈക്ക് വാട്ട് വി ഡു, പക്ഷേ അവർക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നതെല്ലാം എടുത്ത് ദേ സംഹൗ മാനേജ് ടു ലിവ്. So primitive people had a concept of living where they just get what they want from the nature. And one thing to be noted, they get something from nature, അല്ലെങ്കിൽ they take something from nature എന്ന് പറഞ്ഞു. പക്ഷേ whatever they take, അത് അവരുടെ greed മീറ്റ് ചെയ്യാനായിരുന്നില്ല, അവരുടെ need മീറ്റ് ചെയ്യാനായിരുന്നു. So they focused on their needs rather than their greeds. Okay, so I am talking about the primitive society. So this is a picture which shows what happens during those time. So you can look at the picture and you can understand that people are just chasing animals, അല്ലെങ്കിൽ they are hunting animals because they want something to eat. അപ്പോൾ അതായിരുന്നു ആ ഒരു സമയത്തെ ബേസിക് നെസസിറ്റി, ഫുഡ് ആൻഡ് വാട്ടർ അല്ലെങ്കിൽ ഷെൽട്ടർ. ദാറ്റ് വാസ് ലൈക്ക് വെരി ബേസിക് നെസസിറ്റി, ലൈക്ക് പീപ്പിൾ ലിവ്ഡ് ഫോർ ഓൾ ദീസ് തിങ്സ്. Gradually, with the involvement of technology, with the advancement of science and technology and all these things completely changed our life. കുറച്ചും കൂടി കോംപ്ലെക്സ് ആക്കി. സോ റൈറ്റ് നൗ ഇപ്പോൾ നമ്മളൊരു ഹ്യൂമൻ എവല്യൂഷൻ എന്ന് ചോദിച്ചാൽ സംടൈംസ് ഇറ്റ് മേ ലുക്ക് സംതിങ് ലൈക്ക് ദിസ്. ഇത് വേണമെങ്കിൽ നമുക്ക് ന്യൂ എവല്യൂഷൻ ഓഫ് മാൻ എന്ന് പറയാം. സോ ഏർലിയർ വി വേ ഹണ്ടിങ് ലൈക്ക് ഫോർ സോ ദാറ്റ് വി ക്യാൻ സർവൈവ്. അവിടെ നിന്ന് കുറച്ചും കൂടി മാറി, നമ്മളുടെ ആവശ്യങ്ങൾ മാറി തുടങ്ങി, നമുക്ക് കുറച്ചും കൂടി കംഫർട്ട് സോൺ, വി ഹാവ് ലേഷ്യർ ടൈം. അപ്പോൾ അതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഫൈനലി ഇപ്പോൾ വി ആർ ഇൻ എ ഡിജിറ്റൽ എറ. Everything is in digital form. So we are sitting in front of computer because we know that everything is working inside that. നമ്മൾ ഇപ്പോൾ completely dependent ആണ് on all these digital forms that we have around us. And finally we have the robotics and the artificial intelligence and so on. And നമുക്ക് ഇനി പറയാൻ പറ്റില്ല what are the changes that is coming, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. We have a lot of things on the way. So this can be said as a new evolution of man. ഇപ്പോൾ ഇങ്ങനെയാകാം പുതിയൊരു എവല്യൂഷൻ എന്ന് പറയാം. And earlier we had a common medium for doing all those transactions. കാരണം people started exchanging one good for another. ഇപ്പോൾ I need food. ചിലപ്പോൾ അതിന് പകരം മറ്റൊരാൾ they have a shoe, so he might give me a shoe. Or like I need a shoe. അതിന് എൻ്റെ കയ്യിൽ ഫുഡാണുള്ളതെങ്കിൽ I'll give that food to someone and who have a shoe, അതിന് പകരം ആ ഷൂ വാങ്ങുമായിരുന്നു. ആ ഒരു കൈൻഡ് ഓഫ് സിസ്റ്റം വാസ് വെരി ഡിഫിക്കൾട്ട്. ബിക്കോസ് എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ ഷൂ വേണമെങ്കിൽ ഭക്ഷണം വേണ്ട ഒരാൾ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫുഡ് അത് വേണ്ട ഒരാൾ ഞാൻ കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് കൊടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് ഷൂ ഇൻ എക്സ്ചേഞ്ച് വാങ്ങണം. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ എവറി ടൈം. അപ്പോൾ ആ ഒരു സമയത്ത് വി ഫൗണ്ട് ഔട്ട് സംതിങ് കോൾഡ് മണി. എല്ലാ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലും ഒരു കോമൺ മീഡിയം വേണമെന്ന് അപ്പോഴാണ് തീരുമാനിച്ചത്. So we invented or we took in form of the money for having all our transactions. അപ്പോൾ അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ തിങ് came into existence. But right now നമുക്ക് വന്ന ആ ഒരു ഫോം ഓഫ് മണി അല്ലെങ്കിൽ ആ ഒരു കോമൺ ഫോം ഓഫ് ട്രാൻസാക്ഷൻ is also a part of the evolution. Now people are behind money. Earlier it was like a common medium. നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനുള്ള ഒരു കോമൺ മീഡിയം ആയിരുന്നു മണി എന്ന് പറയുന്നത്. But things have changed. Now people are behind money. So now we have a money-making evolution. So human and environment, our relationship എന്ന് പറയുന്നത് it has become so complex. പണ്ട് നിന്നുള്ള ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കി വരുമ്പോൾ what we have right now has become so complex and we have a lot of areas to be taken care of. അതല്ലെങ്കിൽ നമ്മൾ വളരെ ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്കായിരിക്കും ഇനി പോകുന്നത്. Right. So taking into consideration all these things, we will be discussing in today's class regarding the human-environment relationship, sustainability, sustainable development, multidisciplinary nature of environment studies, and finally the importance of environmental studies.
So like what I've just told you, human environment relationship എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലെക്സ് ആണെന്ന് പറഞ്ഞു. So right now we are meeting our greeds. നീഡിനെക്കാട്ടും കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. But the thing is that resources are very limited. Resource being very limited, but our wants being unlimited, it can't match. രണ്ടും match ആവുന്നില്ല. So what we have to do is that you have to prioritize things. അല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് ഒരു റിസോഴ്സിനും യൂസ് ചെയ്യാൻ പാടില്ല. We have all heard about all these things. ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നുണ്ട്. You don't use water unnecessarily. വെറുതെ ടാപ്പ് ഓപ്പൺ ആക്കി വെക്കരുത്. So we know all these things. പക്ഷേ we don't take it into our practical life. അല്ലെങ്കിൽ നമ്മളത് റിയാലിറ്റി ആക്കാറില്ല. Because we have a notion that ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാ സമയവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന്. But it is not like that. നമുക്കുള്ള പല റിസോഴ്സസും നാച്ചുറൽ റിസോഴ്സസ് they are limited. So we should be very cautious. നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മളത് ഭയങ്കര ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. Otherwise കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. Maybe like in 2030s or 2035 you'll have a situation where if you want to take a picture in an aesthetic beauty of nature ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഒരു കാർഡോ അല്ലെങ്കിൽ സംതിങ് ലൈക്ക് എ കാർഡ്ബോർഡ് പീസ് എല്ലാം വെച്ച് അതിനകത്ത് യു ഹാവ് ടു മേക്ക് എ പെയിൻറ്റിങ് ഓർ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കേണ്ട അവസ്ഥ വരും. ബിക്കോസ് വാട്ട് യു ഹാവ് ബിഹൈൻഡ് ദാറ്റ് ഈസ് എ ട്രാജഡി. ഒരു കംപ്ലീറ്റ് ഒരു നശിച്ച ഒരു വേൾഡാണ് വാട്ട് യു ഹാവ് ബിഹൈൻഡ് ഇറ്റ്, ലൈക്ക് വാട്ട് യു ക്യാൻ സീ ഇൻ ദ പിക്ചർ. സോ ഓവർ ഹിയർ അയാൾ ചിലപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ ആകാം അല്ലെങ്കിൽ ഒരു കോമൺ മാൻ ആകാം. whoever he is, he just want to show that okay we are having a beautiful environment. പക്ഷെ അത് കാണിക്കാൻ വേറെ വഴിയൊന്നുമില്ല. he just have to keep a cardboard box അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിനകത്ത് he just have to put all these things. അത് ബാക്കിൽ വെച്ചിട്ടാണ് he is having a picture. So even these things might happen. ഇങ്ങനെയുള്ള അവസ്ഥകളും വരാൻ സാധ്യതയുണ്ട് if we don't take care of the issues that we are having around us. നമ്മളുടെ മാത്രമല്ല ഗ്ലോബലായിട്ട് നമ്മുടെ എൻവയൺമെൻറ്റ് ഇഷ്യൂസ് കുറച്ചും കൂടി സീരിയസ് ആക്കിയില്ലെങ്കിൽ മേ ബി ദീസ് കൈൻഡ് ഓഫ് തിങ്സ് മൈറ്റ് ഹാപ്പൻ. ഓക്കെ, ഇനി something that we can do from our side. So a beautiful world starts with us, അല്ലെങ്കിൽ with you, അല്ലെങ്കിൽ with me. നമ്മൾ ഓരോരുത്തരുടെയും എഫേർട്ട് അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ് you can get a beautiful world. You know that, അല്ലെങ്കിൽ we know that we have created a mess out of it. കംപ്ലീറ്റ് ആയിട്ട് നമ്മളും ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. മേ ബി ബിക്കോസ് ഓഫ് ദി ഇൻക്രീസിങ് പോപ്പുലേഷൻ, നമ്മളുടെ ആവശ്യങ്ങൾ. So all these things we have extensively used the resources. Right. So now it's time for rejuvenating or just bringing things back in form. കൂടുതൽ പറയേണ്ട, ലൈക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു we need അല്ലെങ്കിൽ we had a COVID situation just to show that where we are right now. ഇപ്പോൾ ഒരു കോവിഡ് വരേണ്ടി വന്നു. നമ്മളുടെ അവസ്ഥ, ഇപ്പോഴുള്ള നേച്ചറിൻ്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അതിനെ ഡിസ്ട്രോയ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. റൈറ്റ്. So the human and environment relationship is very complex. And it is in that edge. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. So it is high time we take some action so that we can curb all these issues. ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മളുടെ സൈഡിൽ നിന്ന് we need to do something. So ഈ പറഞ്ഞിരിക്കുന്ന ഹ്യൂമൻ ആൻഡ് എൻവയൺമെൻറ്റ് റിലേഷൻഷിപ്പ്, അതിനൊരു 3 അപ്രോച്ചസ് ഉണ്ട്. So when you are studying about human and environment relationship, we got 3 approaches to study. അപ്പോൾ 3 approaches എന്ന് പറയുന്നത് we have the determinism, the possibilism and the environmentalism. So environmentalism, possibilism, determinism. 3 approaches ആണ് for studying the human environment relationship. So coming into determinism. ഈ പറഞ്ഞിരിക്കുന്ന അപ്രോച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രെഡറിക് റാറ്റ്സൽ ആണ്. ഹീ ഈസ് എ ജർമ്മൻ ജിയോഗ്രഫർ. സോ ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രെഡറിക് റാറ്റ്സൽ ആണ്. ആൻഡ് റിഗാർഡിംഗ് ദ കോൺസെപ്റ്റ്, അപ്പോൾ അക്കോർഡിംഗ് ടു ഹിം അയാൾ മനസ്സിലാക്കുന്നത് നേച്ചറാണ് വാട്ട് കൺട്രോൾസ് ഹ്യൂമൻ. സോ ഹീ ബ്രിങ്സ് ഔട്ട് ദ കോൺസെപ്റ്റ് സെയിങ് ദാറ്റ് നേച്ചർ ബീങ് ദ ഹോൾ തിങ് ഇസ് കൺട്രോളിങ് എ പാർട്ട് ഓഫ് ഇറ്റ്, ദാറ്റ് ഈസ് ഹ്യൂമൻ. അപ്പോൾ ഹ്യൂമൻ എന്ന് പറയുന്ന നേച്ചറിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. ഈ നേച്ചറാണ് ഹ്യൂമനെ കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ വാട്ട് എവർ ആക്ടിവിറ്റീസ് വി ആർ ഡൂയിങ് ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ആർ ഫിസിക്കൽ എൻവയൺമെൻറ്റ്. എൻവയൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
ആൻഡ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ കോൺസെപ്റ്റ്, ഈ കംപ്ലീറ്റ് ഡിറ്റർമിനിസം എന്നുള്ള കോൺസെപ്റ്റ് ഫർദർ എക്സ്പാൻഡ് ചെയ്തത് എൽസ്വർത്ത് ഹണ്ടിങ്ടൺ ആണ്. സോ ഹീ ഫർദർ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നേച്ചറാണ് ഹ്യൂമൻ ബീങ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ലാർജ്ലി ഇൻഫ്ലുവൻസ്ഡ് അല്ലെങ്കിൽ ലാർജ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ. ആൻഡ് വാട്ട് എവർ ആസ്പെക്ട്സ് വി ഹാവ്, ഓൾ ദി ഹ്യൂമൻ ആസ്പെക്ട്സ്, ഹ്യൂമൻ ലൈഫ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദി ഫിസിക്കൽ എൻവയൺമെൻറ്റ്. നമുക്ക് ചുറ്റുമുള്ള ഫിസിക്കൽ എൻവയൺമെൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. Right. So determinism is one of the approach of human environment relationship. Determinism coin ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ the one who just brought out the term was Friedrich Ratzel. അതിൽ പറയുന്നത് nature controls human beings, and ഈ ഒരു concept was further elaborated അല്ലെങ്കിൽ expanded by Ellsworth Huntington. And ഈ ഒരു കോൺസെപ്റ്റിന് മറ്റൊരു പേരും കൂടിയുണ്ട്, that is environmental determinism. So this concept is also known as environmental determinism. So human being is largely influenced by nature. So determinismത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേച്ചറിനാണ് റെലവൻസ്, അല്ലെങ്കിൽ നേച്ചറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽ ഭാഗമായിരിക്കുന്ന ഒരു ചെറിയ ലിവിങ് കോമ്പോണൻ്റ് ആണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. ആൻഡ് വി ആർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ദി നേച്ചർ. Next is about Possibilism. So one thing we already done, that is determinism. Next is regarding Possibilism. So Possibilism, it was coined by a French historian, Lucien Febvre, and the concept is about all those things which we have around us, like the science and technology, അതാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്. അപ്പം നേരത്തെ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ പറയുന്നത്. എവറിത്തിങ് ദാറ്റ് വി ഹാവ് അറൗണ്ട് us, സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ റെലവൻസ് ഇസ് ഫോർ ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇവിടെ പറയുന്നത് ഫിസിക്കൽ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ പാസീവാണ്. അതിലെന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആണെന്നാണ് പറയുന്നത്. സോ ഫിസിക്കൽ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി പാസീവ്. നമ്മളാണ് ആക്റ്റീവ് ഏജൻസ് ഹു ആർ ക്രിയേറ്റിംഗ് ഓൾ ദീസ് തിങ്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സോ ഇവിടെ റെലവൻസ് കൂടുതൽ പോകുന്നത് ദ സയൻസ് ആൻഡ് ടെക്നോളജിക്കാണ്. ആൻഡ് ഹ്യൂമൻ ബീങ്സ് ദേ ആർ ഓപ്പറേറ്റിംഗ് വിത്ത് എ നാച്ചുറൽ ഫ്രെയിം വർക്ക്, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ എൻവയൺമെൻറ്റ് ഉണ്ട്, അതിനകത്ത് നിന്ന് ഹ്യൂമൻ ബീങ്സ് വർക്ക് ചെയ്യുന്നു. ദേ ജസ്റ്റ് കോപ്പറേറ്റ് വിത്ത് നേച്ചർ, അല്ലെങ്കിൽ ദേ ഹാവ് എ മ്യൂച്വൽ ഇൻട്രാക്ഷൻ വിത്ത് നേച്ചർ. ഇത്രയൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ദേ ആർ ഗിവിങ് ലോട്ട് ഓഫ് എംഫസിസ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഓൾ ദോസ് തിങ്സ്, ഇത്രയെല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും ദേ ആർ ജസ്റ്റ് ബ്രിങ്ങിങ് അപ്പ് വൺ പോയിന്റ്. ഒരു പോയിന്റ് അവർ സമ്മതിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് നേച്ചറിനെ ടൈം ചെയ്യാൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്ക് കയ്യിലടക്കാനുള്ള അത്ര കഴിവ് ഹ്യൂമൻ ബീങ്സിനില്ല. അത് അവർ സമ്മതിച്ചു തരുന്നുണ്ട്. So possibilists, they agree that human lack that complete ability. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നേച്ചറിനെ നമ്മുടെ കയ്യിൽ ഒതുക്കാനുള്ള ആ കംപ്ലീറ്റ് എബിലിറ്റി നമുക്കില്ല എന്നുള്ളത് പോസിബിലിസ്റ്റ് സമ്മതിച്ച് തരുന്നുണ്ട്. സോ ദിസ് ഇസ് അബൌട്ട് പോസിബിലിസം. ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത് ഇൻഫ്ലുവൻസ് ബൈ ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇറ്റ് വാസ് കോയിൻഡ് ബൈ എ ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ലൂസിയൻ ഫെബ്ർ, ആൻഡ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫിസിക്കൽ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ സ്റ്റാറ്റിക് ആണ്. അതിലെന്തെങ്കിലുമൊക്കെ നന്നായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നത് ആക്റ്റീവ് ഏജൻ്റായ ഹ്യൂമൻ ബീങ്സ് ആണ്. ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു നാച്ചുറൽ ഫ്രെയിം വർക്കിൻ്റെ അകത്ത് നിന്നിട്ടാണ് ഈ ഹ്യൂമൻ ബീങ്സ് വർക്ക് ചെയ്യുന്നത് വിത്ത് എ മ്യൂച്വൽ കോർപ്പറേഷൻ, അല്ലെങ്കിൽ വിത്ത് എ മ്യൂച്വൽ ഇൻട്രാക്ഷൻ. ആൻഡ് ദേ അഗ്രി ദാറ്റ് നമുക്ക് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള കഴിവില്ല, കംപ്ലീറ്റ് ആയിട്ട് നേച്ചറിനെ ടൈം ചെയ്യാനുള്ള, കയ്യിൽ ഒതുക്കാനുള്ള കഴിവ് നമുക്കില്ല എന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ട്. റൈറ്റ്, ഓക്കെ. സോ ദാറ്റ് ഈസ് അബൌട്ട് പോസിബിലിസം. ഇപ്പോൾ 2 അപ്രോച്ചായി. സോ ഞാൻ പറഞ്ഞു 3 അപ്രോച്ച് ഉണ്ടെന്ന്. സോ ദ നെക്സ്റ്റ് അപ്രോച്ച് ഇസ് റിഗാർഡിംഗ് എൻവയൺമെൻറ്റലിസം. So the third approach is environmentalism, also called as the ecological approach. ഇവിടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓഫ് ദി എക്കോളജി. അപ്പോൾ എക്കോളജി എന്ന് പറയുന്നത് it is the relationship, it's the study of relationship between living
things and their physical environment. അപ്പോൾ relationship between living things and their physical environment, അതിനെയാണ് ecology എന്ന് പറയുന്നത്. So this is completely based on the principle of ecology, the study of relationship of living things with their physical environment. ഇവിടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നേച്ചറിൻ്റെ അകത്തുള്ള ഒരു പാർട്ട് ആണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. ഇത് നേച്ചർ ആണെങ്കിൽ നേച്ചറിൻ്റെ അകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഏറ്റവും സ്കിൽഡും ഏറ്റവും ഇൻ്റലിജൻ്റ് ആയ ആൾക്കാരാണ് ഹ്യൂമൻ ബീങ്സ്. ദേ ഫൈൻഡ് ഔട്ട് ദെയർ ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് അവരുടെ ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഹ്യൂമൻ ബീങ്സ്. ബിക്കോസ് ദേ ആർ വെരി ഇൻ്റലിജൻറ്റ്, ദേ ആർ വെരി സ്കിൽഡ്. ആൻഡ് environmentalism is reflected through the concept of sustainable development. So sustainable development കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ environmentalism എന്നുള്ള കോൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. And what we have to do is we have to wisely choose the resources. നമ്മൾ ചൂസ് ചെയ്യുന്ന റിസോഴ്സസ് എത്ര യൂസ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഭയങ്കര വൈസായിട്ടും അല്ലെങ്കിൽ ഭയങ്കര റെസ്ട്രെയിൻ ചെയ്തിട്ടും വേണം ഈ നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യാൻ. സോ റിക്വയർമെൻറ്റ്, വാട്ട് യു റിക്വയർ, അല്ലെങ്കിൽ അത് എത്ര ആവശ്യമുണ്ട് അത്രമാത്രം ചൂസ് ചെയ്യുക. നോട്ട് ഹാവിങ് ദറ്റ് കോൺസെപ്റ്റ്, അല്ലെങ്കിൽ നോട്ട് യൂസിങ് എ റിസോഴ്സ് ലൈക്ക് എക്സ്റ്റെൻസീവ്ലി. നമുക്കുണ്ടല്ലോ, സോ വിൽ യൂസ് ഇറ്റ് ടു ദി എക്സ്റ്റെൻസീവ്, ആ ഒരു രീതിയല്ല. വിൽ യൂസ് ടു ദ മാക്സിമം എന്നല്ല. ഹൗ മച്ച് യു വോണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം യൂസ് ചെയ്യുക. ദിസ് ഈസ് അബൌട്ട് എൻവയൺമെൻറ്റലിസം. സോ നമുക്ക് 3 അപ്രോച്ചസ് ഉണ്ട്. വി ഹാവ് ദി എൻവയൺമെൻറ്റലിസം, we have the Possibilism, and finally the Determinism. Right. So 3 approaches related to the human-environment relationship. So what we need to have? We need to have a kind of an amicable relationship. So like what you can see in the picture, having a good relationship. We know that nature, which is providing us all the resources that we want, and we are using it extensively because nature is not questioning us directly. പക്ഷേ ചില സമയത്ത് നമുക്ക് ചില രീതിയിൽ നേച്ചർ അത് നമുക്ക് തിരിച്ചടി തരാറുണ്ട്. ലൈക്ക് സം ഡിസാസ്റ്റേഴ്സ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില ഡിസാസ്റ്റേഴ്സ് ചില സമയങ്ങളിൽ ഫ്ലഡൊക്കെ ആയിട്ട്. ദാറ്റ്സ് ബിക്കോസ് നമ്മൾ എക്സ്റ്റെൻസീവ്ലി ആ റിസോഴ്സ് യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളുടെ ആ ഒരു നിമിഷത്തെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിസോഴ്സ് യൂസ് ചെയ്യുമ്പോൾ ചില രീതിയിൽ നേച്ചർ അതിനെ തിരിച്ചടിക്കാറുമുണ്ട്. സോ വി നീഡ് ടു ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ്, കൈൻഡ് ഓഫ് എൻ ആമിക്കബിൾ റിലേഷൻഷിപ്പ് വിത്ത് ആർ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ വിത്ത് ആർ നേച്ചർ. because they are giving us something, so in return show the respect, അല്ലെങ്കിൽ in return use them wisely, right? So this picture completely depicts about it, having a good relationship or having an amicable relationship with our nature. Next is a very important topic. We will be talking about sustainable development. That is a very important topic and got a great relevance in today's scenario. So sustainable development എന്ന് പറയുന്നത് meeting the need of present generation without compromising the ability of future generation to meet their own needs. അതായത് ഇപ്പോൾ നമ്മൾക്ക് ആവശ്യങ്ങളുണ്ടാവും, പ്രസൻറ്റ് ജനറേഷനിലുള്ള നമുക്ക് ഇപ്പോൾ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. മീറ്റിംഗ് ദോസ് നീഡ്സ്, പക്ഷേ വി ആർ നോട്ട് കോംപ്രമൈസിങ് വാട്ട് ദി ഫ്യൂച്ചർ ജനറേഷൻ വാണ്ട്സ്, അല്ലെങ്കിൽ അവർക്കും ഇതുപോലെ ആവശ്യങ്ങളുണ്ടാവും. സോ വാട്ട് എവർ ഐ ആം യൂസിങ്, ഞാനത് എൻ്റെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോഴും ഐ ഷുഡ് ഹാവ് ദറ്റ് കോൺസെപ്റ്റ് ഇൻ മൈൻഡ്, വരുന്ന തലമുറയ്ക്കുള്ളവർക്കും ഇത് ആവശ്യമുണ്ട്. സോ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഐ ഷുഡ് യൂസ് ദാറ്റ് റിസോഴ്സ്. That is sustainable development. That is all about sustainable development. So whatever I am using, I should have that concept in mind. We need to preserve it. അല്ലെങ്കിൽ ഇത് നമുക്ക് വരുന്ന തലമുറയ്ക്കും വേണ്ടതാണ്. സോ ഞാൻ അതിൻ്റെ അനുസരിച്ച് വേണം ഈ പറഞ്ഞിരിക്കുന്ന റിസോഴ്സ് യൂസ് ചെയ്യാൻ. So meeting the present generation's need, but without compromising the future generation's need. That is sustainable development. So to have it more clearly, അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, let me show you a video. The United Nations is an organization with goals of peace and sustainable development around the world.
Their mission is huge, but we're breaking it down in 2 minutes. Have it 2 minutes. 17 sustainable development goals. Let's get to them, cause the more you know. Look, in some corners of the world today, people are living on $1 a day. Hey, that's not how it ought to be. So goal 1, eliminate poverty. And goal 2, root out hunger across the globe. There's 800 million people hungry if you want to know. Number 3 is health and well-being, and getting people the health care that they need in. Learning in school are the harder goal for. Education opens up minds and doors. Goal number 5 is empower girls and women so they can have the same rights that men are given. Number 6, people need water that's clean. Poor sanitation can spread disease. Carbon-free energy is goal number 7, and how to achieve it is a question that's pressing. But if we put our minds together and work hard, we can find a solution, I'm guessing. 17 sustainable development goals to improve life all around the globe. Protecting human health and the environment. Whatever bed we make, we gon' have to lie in it. 17 sustainable development goals to improve life all around the globe. Protecting human health and the environment. Whatever bed we make, we gon' have to lie in it. Now imagine that you work all day for no pay. Economic growth and decent work is goal 8. Goal number 9 is to foster innovation in infrastructure and industrialization. Goal number 10, inequality reduction. 11 is sustainable city construction. 12, well, that's sustainable consumption, so what we use matches up with production. Goal 13 calls for urgent action to combat climate change, cause we know it's happening. 14, protect life under seas. 15, protect life on land. Goal 16 is for peace and justice all over the planet. They're in high demand. And the final goal, number 17, is the critical factor, the heart of the machine. It's the strength in the way we achieve these goals of sustainable development around the globe. Yo, 17 sustainable development goals to improve life all around the globe. Protecting human health and the environment. Whatever bed we make, we gon' have to lie in it. 17 sustainable development goals to improve life all around the globe. Protecting human health and the environment. Whatever bed we make, we gon' have to lie in it. Okay, so that is about sustainable development goals. വളരെ സിമ്പിൾ ആയിട്ട് ഒരു 2 മിനിറ്റിൻ്റെ വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് what is all about SDG. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ നമുക്ക് SDG എന്നും വിളിക്കാം, ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, SDG. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് UN ജനറൽ അസംബ്ലിയിലായിരുന്നു. UN ജനറൽ അസംബ്ലി വിച്ച് വാസ് ഇൻ 2015. ആൻഡ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 17 ഗോൾസും 2030 ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യണം. ടു അച്ചീവ് ഓൾ ദീസ് ഗോൾസ് വിത്തിൻ 2030. അപ്പോൾ അതാണ് അവരുടെ ഡെഡ് ലൈൻ അല്ലെങ്കിൽ ടാർഗറ്റ്. സോ ഗോൾ 1 is about no poverty. Goal 2 regarding zero hunger. Goal 3 good health and well-being. Goal 4 quality education. 5 gender equality. 6 clean water and sanitation. 7 affordable and clean energy. 8 decent work and economic growth. 9 industry, innovation and infrastructure. 10 reduce inequality. 11 sustainable cities and communities. 12 responsible consumption and production. 13 climate action. 14 life below water. 15 life on land. 16 peace, justice and strong institutions. And finally 17 partnership for the goals. അപ്പോൾ ഈ 17 എണ്ണത്തിനെയാണ് നമ്മൾ SDG എന്ന് വിളിക്കുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് മീറ്റിംഗ് ദി പ്രസൻറ്റ് റിക്വയർമെൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ഫ്യൂച്ചർ നീഡ്സ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പല എലമെൻസും നമ്മൾ അച്ചീവ് ചെയ്തിരിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ 17 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. So that you know which are the core elements. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന്. Okay, over here we have a comic strip regarding the sustainable development. And അതിലെ conversation വായിക്കുമ്പോൾ you can see a word called oxymoron. So oxymoron എന്ന് പറയുന്നത് it's a figure of speech. Oxymoronൻ്റെ meaning എന്ന് പറഞ്ഞാൽ like something which is
കോൺട്രഡിക്ട്സ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണ് ഷീ ഈസ് പ്രിറ്റി അഗ്ലി. സോ ഓവർ ഹിയർ പ്രിറ്റി ആൻഡ് അഗ്ലി രണ്ടും രണ്ട് ഡിഫറെൻറ്റ് മീനിങ്സ് ആണ്, റൈറ്റ്? സോ ഐ എം യൂസിങ് ഇറ്റ് ടുഗെദർ. സോ അതുപോലെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് ആളുകൾ പറയുന്നത്. സോ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ അഡ്വാൻസ്മെൻറ്റ്, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി, യു ആർ ക്രിയേറ്റിംഗ് സംതിങ്, ചിലപ്പോൾ റോഡോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതൊക്കെ ആയിരിക്കാം ഈ ഡെവലപ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സസ്റ്റൈനബിൾ എന്ന് പറയുന്ന കുറച്ചും കൂടി വി ആർ ബീങ് മോർ സെക്യൂർ, അല്ലെങ്കിൽ ഫോക്കസ് ആയിട്ട് നമ്മൾ എങ്ങനെ റിസോഴ്സ് യൂസ് ചെയ്യണം, ആ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ചില ആളുകൾ പറയുന്നത് ഇറ്റ്സ് എൻ ഓക്സിമോറോൺ, മാച്ച് ആകാത്ത രണ്ട് കാര്യങ്ങളെ കൂട്ടി യോജിപ്പിച്ച പോലെയാണ് ആ പേരെന്നാണ് പറയുന്നത്. വൺ ബീങ് ദ സസ്റ്റൈനബിൾ ആൻഡ് ദി അതർ ഫോക്കസിങ് ഓൺ ദ ഡെവലപ്മെൻറ്റ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കില്ല എന്നുള്ള രീതിയിൽ. സോ ദാറ്റ്സ് എൻ ഓക്സിമോറോൺ. ഓക്സിമോറോൺ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ്, ലൈക്ക് പ്രിറ്റി ആൻഡ് അഗ്ലി, സംതിങ് ലൈക്ക് എ പ്രിറ്റി അഗ്ലി. പ്രിറ്റി അഗ്ലി എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് വാക്കുകളാണ്, ഹാവിങ് ഓപ്പോസിറ്റ് മീനിങ്, റൈറ്റ്? സോ ഈ ഒരു ഓക്സിമോറോൺ എന്നുള്ള കോൺസെപ്റ്റ് വാസ് പുട്ട് ഫോർവേഡ് ബൈ ഹെർമൻ ഡാലി എന്ന് പറയുന്ന ഒരാളാണ്. ഹി പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ലൈക്ക് ഓക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഓക്സിമോറോൺ. ആൻഡ് ദേ ഹാഡ് ഡിഫറെൻറ്റ് മീറ്റിംഗ്സ്, ഒരുപാട് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് റിയോ കോൺഫറൻസസ്, സോ ദാറ്റ് ദേ ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. പക്ഷേ അവിടെയെല്ലാം ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു ക്രിട്ടിസൈസിങ് ഇലമെൻറ്റ് വന്നത് എന്താണെന്ന് വെച്ചാൽ, സം ഓഫ് ദി ഗവൺമെൻറ് അല്ലെങ്കിൽ സം ഓഫ് ദ ഡിസിഷൻ മേക്കേഴ്സ് they continue to focus on the development, അല്ലെങ്കിൽ they focused on the economic growth rather than taking a range of factors or considering different factors which need to be taken up for a sustainable approach. അപ്പോൾ ചില decision makers they were even focusing on the economic growth. ഈ sustainable development പറയുന്നുണ്ടെങ്കിൽ പോലും അതിനിടക്ക് സം ഓഫ് ദം വേ സ്റ്റിൽ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദി ഇക്കോണമിക് ഗ്രോത്ത്. ഓക്കെ, ഇതൊരു സൈഡിൽ കൂടെ പോയിക്കോളും, ഐ വിൽ ജസ്റ്റ് അറ്റൻഡ് ഓൾ ദീസ് തിങ്സ്, പക്ഷേ ഐ വിൽ ബി ഫോക്കസിങ് ഓൺ എക്കോണമിക് ഗ്രോത്ത് എന്ന രീതിയിലുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു. സോ ആ ഒരു പ്രശ്നം വാസ് ദെയർ, അല്ലെങ്കിൽ ആ ഒരു കോൺട്രവേഴ്സി വാസ് എക്സിസ്റ്റിംഗ്. ലൈക്ക് സം പീപ്പിൾ just focusing on the economic growth rather than focusing on the key elements related to sustainable development. Considering the sustainable development, things that we have to focus on is regarding end poverty and hunger in all form, ensure dignity and equality. When you're considering people, ആളുകൾ ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ മെയിനായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് this one, end poverty and ensure equality, dignity. So prosperity is about like having everything that you want, having a good life, പക്ഷേ having a relationship with an environment, an amicable relationship. എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ നേച്ചറായിട്ട് നല്ല ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് വേണം. അലോങ് വിത്ത് ദാറ്റ് യു ക്യാൻ ഹാവ് ഓൾ ദോസ് പ്രോസ്പെറിറ്റി ആൻഡ് ഓൾ ദോസ് തിങ്സ് ദാറ്റ് യു ആർ ക്രേവിംഗ് ഫോർ. സോ ഇറ്റ്സ് ലൈക്ക് സംവാട്ട് ലൈക്ക് എൻ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെ യു ഷുഡ് ഫോസ്റ്റർ പീസ് ആൻഡ് ജസ്റ്റ് ഇൻക്ലൂസീവ് ഇൻ ഓൾ ദി സൊസൈറ്റീസ്. ദെൻ റിഗാർഡിംഗ് ദ പാർട്ട്ണർഷിപ്പ്, നമുക്ക് ഒരുപാട് അജണ്ടാസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വി ഹാവ് ടു ഡു ഇൻ അലോങ് വിത്ത് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഹാവ് എ പാർട്ട്ണർഷിപ്പ്. അല്ലെങ്കിൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾ they should create a global partnership. എല്ലാവരും they should be in a partnership for achieving all these sustainable development goals. And regarding the planet, so it's our duty to protect our natural resources and the climate for future generation, because I have already mentioned like നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന resources they are limited and our needs അല്ലെങ്കിൽ wants are unlimited. So ആവശ്യാനുസരണം മാത്രം നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യുക. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റിനകത്ത് വരുന്ന ഈ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെറുതാക്കിയിട്ട് ഇങ്ങനെയുള്ള ചില ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണെന്ന് പറയാം. റിഗാർഡിംഗ് ദ പീപ്പിൾ, റിഗാർഡിംഗ് ദ പ്ലാനറ്റ്, ദി പ്രോസ്പെറിറ്റി, പീസ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. സോ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇസ് around 17 and it was introduced in UN General Assembly in 2015. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് 2030 ആകുമ്പോഴേക്കുമെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാം. സോ അവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള വാക്കാണ് നമ്മൾ പറഞ്ഞത്. വി ടോക്ക്ഡ് അബൌട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. വി ഹാവ് അനദർ ടേം ദാറ്റ് ഇസ് സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നൊരു ടേമും കൂടിയുണ്ട്. ഇറ്റ്സ് എ പ്രോസസ് which can be continued indefinitely without depleting the resources base on which it depends. അപ്പോൾ നമ്മളുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യാം,
അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. ബട്ട് കീപ്പിംഗ് ഇൻ മൈൻഡ് ദാറ്റ് വി ആർ നോട്ട് ഡിപ്ലീറ്റിംഗ് ദ റിസോഴ്സസ്. നമുക്ക് കിട്ടുന്ന റിസോഴ്സസിനെ എക്സ്റ്റെൻസീവായിട്ട് അങ്ങ് യൂസ് ചെയ്ത് നശിപ്പിക്കുക എന്നല്ല. പക്ഷേ സസ്റ്റൈനബിലിറ്റി എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റണം വിത്തൗട്ട് ഡിപ്ലീറ്റിംഗ് ദ നാച്ചുറൽ റിസോഴ്സസ്. എവിടെയാണോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ റിസോഴ്സസിനെ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്ത് അതിനെ മാക്സിമം അങ്ങ് യൂസ് ചെയ്ത് നശിപ്പിക്കുക എന്നല്ല, യൂസ് ചെയ്യുക, പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഡിപ്ലീറ്റിംഗ്. ഇറ്റ്സ് അബൌട്ട് സസ്റ്റൈനബിലിറ്റി. So both these terms are related, sustainability and sustainable development. So we have 3 spheres for sustainability. Related to sustainable development, we have 3 spheres of sustainability focusing on the social, environmental and economic aspects. Environmental aspects nagathu varunadana, we have the natural resources, adinte protection. So environmental aspects il varunadana natural resources that we have and adinte protection. Economic aspect namakku wealth creation, property, employment ഇതെല്ലാമാണ് ഒരു എക്കോണമി റിലേറ്റ് ചെയ്ത് വരുന്ന ആസ്പെക്ട്സ്. നമുക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, നമുക്ക് പ്രോപ്പർട്ടി ഉണ്ടാകണം, അതുപോലെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകണം. നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാകും. ബിക്കോസ് പോപ്പുലേഷൻ ഇങ്ങനെ ഹാവിങ് എൻ എക്സ്പ്ലോസീവ് ഗ്രോത്ത് ആണ്, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആളുകളുടെ ആവശ്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് വരും. ടു മച്ച് ഓഫ് വെൽത്ത് ക്രിയേഷൻ, ഒരുപാട് ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് വേണം. സോ ദീസ് ആർ ദി എക്കോണമിക് ആസ്പെക്ട്സ്. And related to the social aspects, cultural identity, social inclusion and civil rights. So in a society when you're living, all these things will exist, like nammada cultural identity, social inclusion and also namakkulla rights. Ipo idana generally the 3 objectives alanga 3 aspects which stands as a sphere. Oru sphere aayittu nokkumba ee 3 കാര്യങ്ങളാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ വരുന്നത്. Related to the economic, related to the environmental and related to the social aspects. Right. Ini idine combine cheyidittu over here you can see that these circles are having a relationship. Right. So idine combine cheyidittu namukku parayan pattunna onnanu environmental economic. Environmental economy il focus cheyyunnathu energy efficiency, incentive for use of natural resources. So namakkariyam environment being one factor, economic being another factor. പക്ഷേ ഈ എൻവയൺമെൻറ്റിനെ ഈ എക്കോണമി എന്ന് പറയുന്ന ഫാക്ടർ എന്തായാലും യൂസ് ചെയ്യും. സോ ദർ ഇസ് എ റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, എനർജി എഫിഷ്യൻസി നമുക്ക് കുറച്ചും കൂടി നന്നാക്കി കൊണ്ടുവരാം, കുറച്ചും കൂടി റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് എനർജി ചൂസ് ചെയ്യാം. സോ കുറച്ചും കൂടി എനർജി എഫിഷ്യൻ്റ് ആക്കാം. അതുപോലെ നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യുന്നവർക്ക് ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യാം. സോ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ്, റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വി ക്യാൻ പ്രൊവൈഡ് ഇൻസെൻറ്റീവ്സ്. സോ ദാറ്റ് ഈസ് റിഗാർഡഡ് ടു എൻവയൺമെൻറ്റ് ആൻഡ് എക്കോണമിക് ആസ് എ കോമ്പണൻറ്റ് ടുഗെദർ. ഇതുപോലെ സോഷ്യലും എൻവയൺമെൻറ്റൽ കോമ്പണൻറ്റ് നമുക്ക് കമ്പൈൻ ചെയ്യാം. ലൈക്ക് ദി എൻവയൺമെൻറ്റൽ ജസ്റ്റിസ്, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് സ്റ്റീവർഡ്ഷിപ്പ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഏജൻസീസ്, സ്റ്റുവർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് അതോറിറ്റീസോ കുറച്ച് ഏജൻസീസ് വിൽ ടേക്ക് കെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്. നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ എൻവയൺമെൻറ്റ്, വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്, അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിനെല്ലാം നോക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഏജൻസീസ് ഉണ്ടാകും. അതുപോലെ ഈ നാച്ചുറൽ റിസോഴ്സസ് യൂസേജ് എങ്ങനെയാണ്, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വരുന്നതാണ് സോഷ്യൽ എൻവയൺമെൻറ്റൽ ആസ്പെക്റ്റ്. അപ്പം നമുക്കറിയാം സോഷ്യൽ വൺ ആസ്പെക്റ്റ്, എൻവയൺമെൻറ്റ് ബീങ് അനദർ ആസ്പെക്റ്റ്. ഈ എൻവയൺമെൻറ്റും സോഷ്യലും ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം ഈ സോഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ആളുകളാണ്. അപ്പോൾ ഈ ആളുകൾ പല രീതിയിലും എൻവയൺമെൻറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്. മേ ബി ലൈക്ക് യു ആർ എക്സ്ട്രാക്ടിങ് റിസോഴ്സസ്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് വാട്ട് വി ലേൺഡ് ഇൻ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ റിസോഴ്സസ് എങ്ങനെ യൂസ് ചെയ്യുന്നു, ഭയങ്കര എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ലൈക്ക് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഹൗ ആർ ദീസ് പീപ്പിൾ യൂസിങ് ദാറ്റ് റിലേഷൻഷിപ്പ്, ആ ഒരു പ്രോപ്പർ ആയിട്ടാണോ എൻവയൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് പോകുന്നത്. ചില റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ചിലത് എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലൊക്കെ വരുന്നതാകാം. കാരണം എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകാം, അല്ലെങ്കിൽ അത് ഇല്ലാതെയാകാം. സോ അങ്ങനെയുള്ളതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക, അങ്ങനെയുള്ളത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുക.
So we have all those norms and responsibilities and regular things that we have to follow up. അല്ലെങ്കിൽ റൂൾസ് അല്ലെങ്കിൽ റെഗുലാരിറ്റീസ്, ഓൾ ദോസ് തിങ്സ് ദാറ്റ് വി ഹാവ്, റൈറ്റ്. അപ്പോൾ ആ റെഗുലേഷൻസും റൂൾസും നോംസും ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റിസൻസ് ഉണ്ട്. ആൻഡ് അത് പുട്ട് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് ഏജൻസീസ് ഉണ്ട്. സോ ദീസ് 3 ആർ ദി സ്പിയേഴ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ വി ഹാവ് സോഷ്യൽ, വി ഹാവ് എൻവയൺമെൻറ്റൽ ആൻഡ് എക്കോണമിക് ആസ്പെക്ട്സ്. അപ്പോൾ ഇത് 3 കൂടി ചേർന്നിട്ടാണ് ആ സ്പിയർ ഫോം ചെയ്യുന്നത്. ആൻഡ് ദിസ് വിൽ റിസൾട്ട് ഇൻ ദി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ആൻഡ് ഈ 3 ആസ്പെക്ട്സ് ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, ദേ ഹാവ് റിലേഷൻ, അല്ലെങ്കിൽ അവർ തമ്മിൽ ദേ ആർ റിലേറ്റഡ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി സ്പിയേഴ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി. നൗ നമ്മളിപ്പോൾ പറഞ്ഞു വി ആർ യൂസിങ് റിസോഴ്സസ് എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അതും അല്ലെങ്കിൽ നമ്മൾ പല രീതിയിൽ നമ്മൾ നേച്ചറിനെ മാക്സിമം നമ്മൾ നേച്ചർ പ്രോഡക്ട്സ് ആർ ബീങ് യൂസ്ഡ്. അപ്പോൾ ഇതിനകത്തൊക്കെ യു നീഡ് ടു ഹാവ് എ ട്രാൻസിഷൻ, ഒരു ചേഞ്ച് വേണം. അപ്പോൾ ആ ചേഞ്ച് നമുക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരാം? വി ക്യാൻ ഹാവ് എ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, വി ക്യാൻ ഹാവ് റിസോഴ്സ് ട്രാൻസിഷൻ, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് കമ്മ്യൂണിറ്റി ട്രാൻസിഷൻ. അപ്പോൾ ഡെമോഗ്രാഫിക് ട്രാൻസിഷനിൽ റിഗാർഡിംഗ് ദ പോപ്പുലേഷൻ, ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ, നല്ലൊരു സ്പീഡാണ്. സോ ലൈക്ക് ദാറ്റ്സ് കൈൻഡ് ഓഫ് എ ഹൈക്ക്, അല്ലെങ്കിൽ വി ആർ റാങ്ക്ഡ് ആസ് ദ 2nd country in case of population. സോ ഡെമോഗ്രാഫിക് ട്രാൻസിഷനിൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആക്കാം, ആ ഒരു നമ്പർ കുറച്ചും കൂടി സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ബിക്കോസ് വെൻ ദി പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിസോഴ്സസിൻ്റെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, റിസോഴ്സ് റിക്വയർമെൻറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഓൾ ദി നാച്ചുറൽ റിസോഴ്സ് ദാറ്റ് വി ഹാവ് ആർ ഇൻ ലിമിറ്റഡ് ഫോം. അങ്ങനെയാകുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ബിൽഡിങ്സ് വേണം, കൂടുതൽ വീടുകൾ വേണം. സോ ഫോർ ഓൾ ദീസ് തിങ്സ് നമ്മൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി മരം മുറിക്കണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. സോ നാച്ചുറലി വി ജസ്റ്റ് ടേക്ക് തിങ്സ്, പക്ഷേ നമ്മളത് തിരിച്ചു വെക്കാറില്ല. അല്ലെങ്കിൽ ഒരു മരം മുറിക്കുമ്പോൾ അതിന് പകരം മറ്റൊരു മരം നടണം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ആൻഡ് ഈവൻ ദോ ഇഫ് യു ഡു ദാറ്റ് ഓൾസോ, അത് ഒരുപാട് സമയമെടുത്ത് അല്ലെങ്കിൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാകും ആ ഒരു മരത്തിൻ്റെ ഫോമിലേക്ക് വരുന്നത്, റൈറ്റ്. സോ പോപ്പുലേഷൻ കൺട്രോൾ അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ട്രാൻസിഷനിൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ടാക്കുക. റിസോഴ്സ് ട്രാൻസിഷൻ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വി ഹാവ് ഡിഫറെൻറ്റ് നാച്ചുറൽ റിസോഴ്സസ്, ബട്ട് വെൻ യു യൂസിങ് ദീസ് നാച്ചുറൽ റിസോഴ്സസ് കീപ്പ് ഇൻ മൈൻഡ് ലൈക്ക് വാട്ട് ഈസ് യുവർ നെസസിറ്റി, അല്ലെങ്കിൽ എത്ര വേണം. ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വി യൂഷ്വലി ഡു ദാറ്റ്, നമ്മൾ എന്ത് ചെയ്യും? ടാപ്പ് ഓൺ ആക്കിയിട്ടിട്ട് അങ്ങ് പോകും, നിറഞ്ഞാലും വെള്ളം ഇങ്ങനെ ഒഴുകി പോകും, റൈറ്റ്. സോ ആ ഒരു രീതി നമ്മൾ ഒഴിവാക്കുക. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവണം ലൈക്ക് ദീസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. സോ റിസോഴ്സ് ട്രാൻസിഷൻ, ഇഫ് ഇൻ കേസ് യു ക്യാൻ ഹാവ് എൻ ഓൾട്ടർനേറ്റീവ് സോഴ്സ്, ഏതെങ്കിലും ഒരു റിസോഴ്സിന് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ വിച്ച് ഇസ് എക്കോ ഫ്രണ്ട്ലി ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് എ ട്രാൻസിഷൻ. ആ റിസോഴ്സ് നമുക്കൊരു ട്രാൻസിഷൻ കൊണ്ടുവരാം. നെക്സ്റ്റ് ഇസ് റിലേറ്റഡ് ടു ടെക്നോളജിക്കൽ ട്രാൻസിഷൻ. Over here also it should be nature friendly. നമ്മൾ കൊണ്ടുവരുന്ന ട്രാൻസിഷൻ ഇൻ ടെക്നോളജി ഷുഡ് ബി നേച്ചർ ഫ്രണ്ട്ലി, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. Then is political transition, like what are the changes that these people can bring in our society. ആ പൊളിറ്റിക്സ് പരമായ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ട്രാൻസിഷനിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, ആൻഡ് ഓൾസോ നമ്മൾ ആസ് എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻ റിലേഷൻ ടു ദ കമ്മ്യൂണിറ്റി ട്രാൻസിഷൻ. So these are some of the areas where we need to bring some change. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസിഷൻ കൊണ്ടുവരണം. Regarding the demographic transition, the resource, the technology, the political and community transition. Now, talking about all these transition and all those things, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രയോറിറ്റി ഏരിയാസ് ഉണ്ട്. ചില ഏരിയാസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം when you are considering it for the sustainable development. സോ അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. വൺ തിങ് ലൈക്ക് വാട്ട് ഐവ് ഓൾറെഡി മെൻഷൻഡ്, പോപ്പുലേഷൻ ഗ്രോത്ത് കുറയ്ക്കണം, സ്ലോ ഡൗൺ ചെയ്യുക. നെക്സ്റ്റ് ഈസ് റിലേറ്റഡ് ടു പോവർട്ടി, ഇൻഇക്വാളിറ്റി ആൻഡ് തേർഡ് വേൾഡ് ഡെപ്റ്റ്. ഇപ്പോൾ പോവർട്ടി എന്നുള്ള ഇഷ്യൂ കുറച്ച് കൊണ്ടുവരാം. നമുക്കറിയാം SDGയുടെ ഗോൾ തന്നെയാണ് പോവർട്ടി റിഡക്ഷൻ എന്നുള്ളത്, റൈറ്റ്. സോ പോവർട്ടി കുറച്ച് കൊണ്ടുവരിക. അതുപോലെ ഇൻഇക്വാളിറ്റീസ്, ആളുകൾ തമ്മിലുള്ള ആ ഇൻഇക്വാളിറ്റീസ് നമ്മൾ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആ ഇൻഇക്വാളിറ്റീസ് കുറച്ച് കൊണ്ടുവരിക. ആൻഡ് റിഗാർഡിംഗ് ടു തേർഡ് വേൾഡ് ഡെപ്റ്റ്, തേർഡ് വേൾഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും
നമ്മളിപ്പം ഫിനാൻഷ്യലായിട്ട് നമ്മൾ കടം വാങ്ങുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു രാജ്യം കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ലോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഹെൽപ്പ് ചോദിക്കുന്നത്. സോ ദാറ്റ് ഈസ് തേർഡ് വേൾഡ് ഡെപ്റ്റ്. തേർഡ് വേൾഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഫിനാൻസ് പ്രൊക്യൂർ ചെയ്യുക. ദാറ്റ് ഈസ് തേർഡ് വേൾഡ് ഡെപ്റ്റ്. അപ്പോൾ അത് കുറയ്ക്കാൻ നോക്കുക. നെക്സ്റ്റ് ഇസ് മേക്കിംഗ് ദി അഗ്രികൾച്ചർ സസ്റ്റൈനബിൾ, പ്രൊട്ടക്ട് ഫോറസ്റ്റ് ആൻഡ് അതർ ഹാബിറ്റാറ്റ്, യൂസ് ചെയ്യുന്ന എനർജി ഷുഡ് ബി പ്രോപ്പർലി, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് പ്രോപ്പർലി, എഫിഷ്യൻ്റ്ലി, കഴിയുന്നതും റിന്യൂവബിൾ സോഴ്സസ് ചൂസ് ചെയ്യാം. ആൻഡ് വാട്ടർ യൂസ് ഷുഡ് ബി ഓൾസോ സസ്റ്റൈനബിൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വി ഡോണ്ട് ഗെറ്റ് ദാറ്റ് പ്രോപ്പർ ഡ്രിങ്കിങ് വാട്ടർ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സാനിറ്റേഷൻ ഇല്ല, പ്രോപ്പർ ഡ്രിങ്കിങ് വാട്ടർ ഇല്ല. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന പ്രശ്നങ്ങളാണ്. സോ വാട്ട് എവർ വി ഹാവ്, വാട്ട് എവർ റിസോഴ്സ് വി ഹാവ്, നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മളത് മാക്സിമം സസ്റ്റൈനബിളായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് റിലേറ്റഡ് ടു വേസ്റ്റ് ജനറേഷൻ, പോപ്പുലേഷൻ കൂടുകയാണ്, അപ്പോൾ ഒബ്വിയസ്ലി നമ്മളുടെ ആവശ്യങ്ങൾ കൂടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വാട്ട് എവർ വേസ്റ്റ്, ഇപ്പോൾ നമുക്ക് മുനിസിപ്പൽ വേസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് വേസ്റ്റ് ആകാം, അല്ലെങ്കിൽ വേസ്റ്റ് ആകാം. സോ ഓൾ ദീസ് തിങ്സ് ഓൾസോ പൈൽ അപ്പ്. ഇതും ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. റൈറ്റ്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി സോ എ വീഡിയോ റിഗാർഡിങ് എ മാൻ. ഒരു മാൻ എന്നുള്ളൊരു ടൈറ്റിൽഡ് ഒരു വീഡിയോ കണ്ടിരുന്നു. ടുവേർഡ്സ് ദി എൻഡ് വി ക്യാൻ സീ ദാറ്റ് development, cities and industrialization, and because of all these, a pile of all these garbage, അല്ലെങ്കിൽ all these industrial waste എല്ലാം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. സോ ആ ഒരു അവസ്ഥ കുറയ്ക്കാൻ നോക്കുക. ചില സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് അറിയില്ല, ഹാവ് യു ഹേർഡ് അബൌട്ട് ഡംപിങ്. ഡംപിങ് എന്നുള്ളൊരു പ്രോസസ്സാണ്. ലൈക്ക് വാട്ട് ദി ഡെവലപ്ഡ് കൺട്രീസ് ദേ ഡു, അവർ ചില കാര്യങ്ങൾ മറ്റുള്ള രാജ്യത്തിലേക്ക് അങ്ങ് ഡംപ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേസ്റ്റ് അവർ വേറെയുള്ള രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾ, ആവശ്യമുള്ള രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ ഇഫ് ദോസ് കൺട്രീസ് ആർ നീഡ് ഓഫ് ഇറ്റ്, അവിടേക്ക് ഡംപ് ചെയ്യും. ആൻഡ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. വെൻ ദേ ആർ ഡംപിങ് ഇറ്റ്, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ അവർക്കത് എക്സ്റ്റെൻസീവായിട്ട് ഒരുപാട് ഉണ്ടാകും ആ പെർട്ടിക്കുലർ റിസോഴ്സ്, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ വേസ്റ്റ്, റിസോഴ്സ് അല്ല, പെർട്ടിക്കുലർ വേസ്റ്റ് അവിടെ ഒരുപാട് ഉണ്ടാകും. സോ വാട്ട് ദേ ഡു ഇസ് ലൈക്ക് ദേ ജസ്റ്റ് ഡംപ് ഇൻ അനദർ കൺട്രി, അത് മറ്റു രാജ്യത്ത് കൊണ്ട് ഡംപ് ചെയ്യും. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് വി ക്യാൻ സേ ദാറ്റ് വി ഗെറ്റ് ഓൾ ദീസ് ഇലക്ട്രോണിക് തിങ്സ് ഫ്രം ചൈന അറ്റ് എ വെരി ലോ കോസ്റ്റ്. അതെന്തുകൊണ്ടാണ്? കാരണം അവിടെ അത് ഔട്ട്ഡേറ്റഡ് ആണ്, അവർക്ക് അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ഉണ്ട്. സോ വാട്ട് ദേ ഹാവ് ടു ഡു ഇസ് അവർക്ക് അത് എങ്ങോട്ടെങ്കിലും കളയണം. അപ്പോൾ അതിനെ ഡംപ് ചെയ്യാനുള്ളൊരു സോഴ്സ് ആയിട്ട് അവർ മറ്റൊരു രാജ്യം ചൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഡംപിങ്. അപ്പോൾ ഇതുപോലെ പലതരത്തിലുള്ള വേസ്റ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. അപ്പോൾ ദീസ് ആർ ദ പ്രയോറിറ്റി ഏരിയാസ്. നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ, എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഏരിയാസ് ഉണ്ട്. ലൈക്ക് ദ പോപ്പുലേഷൻ, അല്ലെങ്കിൽ റെഡ്യൂസിങ് ഇൻഇക്വാളിറ്റീസ് ആൻഡ് റെഡ്യൂസിങ് തേർഡ് വേൾഡ് ഡെപ്റ്റ്, അഗ്രികൾച്ചർ സസ്റ്റൈനബിൾ ആക്കണം, അതുപോലെ റിസോഴ്സസ് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഫോറസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, എനർജി യൂസ് ചെയ്യുന്ന സസ്റ്റൈനബിൾ ആക്കുക, വാട്ടർ യൂസ് ഷുഡ് ബി സസ്റ്റൈനബിൾ, ആൻഡ് ഓൾസോ waste generation should be reduced. Next is regarding the multidisciplinary form of environmental studies. So we know that environment is sum total of whatever things we see around us. അപ്പോൾ ഈ എൻവയൺമെൻറ്റ് അകത്താണ് ഈ പല ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഇതിനകത്താണ് ഓരോ ഫാക്ടേഴ്സ് വരുന്നത്. ലിവിങ് ആയിക്കോട്ടെ, നോൺ ലിവിങ് ആയിക്കോട്ടെ, എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു എൻവയൺമെൻറ്റ് സ്റ്റഡീസിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. റൈറ്റ്. So, whatever we are creating with the help of the physical environment, നമ്മൾ human beings, we are creating all the different environment. നമുക്ക് ആവശ്യമുള്ള പല തരത്തിലുള്ള എൻവയൺമെൻറ്റ് നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. So, in office you have one environment, or in your school you have another environment. So, whatever things that you are creating, you are making it with the help of environment. അപ്പോൾ ഈ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കൺസ്ട്രെയിൻ ടു വൺ ഫീൽഡ് അലോൺ. എവിടെയൊക്കെയാണോ നമ്മളത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ആസ്പെക്ട്സിലാണോ നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്, ഇറ്റ് ഹാവ് എ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇറ്റ് ഇൻകോർപ്പറേറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് ഫ്രം ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ്, അല്ലെങ്കിൽ ഇറ്റ് ടേക്സ് ഐഡിയാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഫ്രം ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ്.
റൈറ്റ്. സോ അതിനകത്ത് എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം? ഫിലോസഫി ആൻഡ് റിലീജിയൻ, എത്തിക്സ്, ബയോളജി, എക്കോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ജിയോളജി, ജിയോഗ്രഫി, ആന്ത്രോപോളജി, ഡെമോഗ്രാഫി, എക്കോണമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഏരിയാസിലും നമ്മൾ എന്തിനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? എൻവയൺമെൻറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ എലമെൻസും ദേ ഹാവ് സം റിലേഷൻഷിപ്പ്. ഈ പറഞ്ഞിരിക്കുന്ന എലമെൻസിനെല്ലാം ഈ എൻവയൺമെൻറ്റായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഡിഫറെൻറ്റ് എക്കോളജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജിയോഗ്രഫി ആയിക്കോട്ടെ, ഇതിനകത്തെല്ലാം നമ്മൾ എന്തിനേയും പഠിക്കുന്നുണ്ട്? എൻവയൺമെൻറ്റ് മുകളിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ റിലേഷൻ പഠിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എൻവയൺമെൻറ്റൽ സ്റ്റഡീസ് ഇസ് ഹാവിങ് എ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ എന്ന് പറയുന്നത്. കാരണം ഇറ്റ് ഈസ് നോട്ട് കൺഫൈൻഡ് അല്ലെങ്കിൽ ടു എ പെർട്ടിക്കുലർ ഫീൽഡ് മാത്രമല്ല, അത് എല്ലാ ഏരിയാസിലും യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ ഏരിയാസിലും റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഒരു രീതിയിൽ പഠിക്കാൻ നമ്മൾ എൻവയൺമെൻറ്റൽ സ്റ്റഡീസിനെ യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് ഓൾ ദോസ് തിങ്സ് അതെ. പക്ഷേ കുറേ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഇപ്പോഴും പേരിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ നെയിം ചെയ്തിട്ടില്ല. ചില സമയത്ത് നമുക്ക് കാണാം ഇൻ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ഓൾ സംതിങ് ലൈക്ക് ദിസ് ഇസ് ഡിസ്കവേർഡ് ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ്. അതെന്താണ്? പുതുതായിട്ട് ആളുകൾ ഓരോന്ന് കണ്ടുപിടിക്കുകയാണ്. ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് ആനിമൽസ് ഓൾസോ എക്സിസ്റ്റ്, ഇതുപോലെയുള്ള ആനിമൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു പുതിയ പ്ലാന്റ് ഉണ്ട്, ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് പ്ലാന്റ്സും ആനിമൽസും ഇപ്പോഴും അൺനെയിംഡ് ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് ചില പ്ലാന്റ്സും ആനിമൽസും ദേ ഫോൾ ഇൻ എൻഡേഞ്ചേർഡ് കാറ്റഗറി. എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ ഇനിയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നാശനഷ്ടം സംഭവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകാൻ സാധ്യതയുള്ള പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സോ അങ്ങനെയുള്ള ആനിമൽസും പ്ലാന്റ്സും ഉണ്ട്. സോ ഫോർ ദാറ്റ് വി ഹാവ് ex-situ കൺസർവേഷൻ. ex-situ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും വെൻ യു ആർ പ്രൊട്ടക്റ്റിംഗ് ദം ഔട്ട്സൈഡ് ദിയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. അതായത് ഇപ്പോൾ അവരെവിടെയാണോ ഉള്ളത് ആ പെർട്ടിക്കുലർ ഏരിയയിൽ അവർക്ക് ഇനി നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കെലാമിറ്റി വന്നതുകൊണ്ടോ, അല്ലെങ്കിൽ അവിടെയുള്ള അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് കംപ്ലീറ്റ്ലി നശിച്ചു പോയി എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ആക്കും. അതിനെയാണ് ex-situ കൺസർവേഷൻ എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. ഇപ്പം നമ്മൾ അതിനു വേണ്ടി സൂ ക്രിയേറ്റ് ചെയ്യാറുണ്ട് ആൻഡ് ഓൾ ദീസ് പാർക്സ് ആൻഡ് എക്സെട്ര. സോ നമുക്ക് എൻഡേഞ്ചേർഡ് ആണെന്ന് തോന്നുന്ന ആനിമൽസിനെയും അതുപോലെ പ്ലാന്റ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ഹാവ് ex-situ കൺസർവേഷൻ, വേ യു ആർ ക്രിയേറ്റിംഗ് എ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഔട്ട്സൈഡ് ദെയർ ഒറിജിനൽ ഹാബിറ്റാറ്റ്. എവിടെയാണോ അവർ ഉണ്ടായിരുന്നത് അതിൻ്റെ പുറമെ ഏകദേശം അതേ ഒരു രീതിയിൽ നമ്മളൊരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു എൻവയൺമെൻറ്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലൈക്ക് ദേ വിൽ ഹാവ് എ സിമിലർ ഫീലിംഗ്. അവർക്ക് അവരെവിടെയായിരുന്നോ ഉള്ളതെന്ന് പോലെയുള്ള ആ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് അവരെ നമ്മൾ മാറ്റി പാർപ്പിക്കുകയാണ്. അതിനെയാണ് ex-situ കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷനാണ് in-situ കൺസർവേഷൻ. in-situ ആ പേര് പറയുന്നത് പോലെ തന്നെ വിത്തിൻ ദിയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. ഇപ്പോൾ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസ് ആകാം, അല്ലെങ്കിൽ പ്ലാന്റ്സ് ആകാം, അതിനെ നമ്മൾ എവിടെയാണോ അതുള്ളത് അവിടെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് in-situ, ഇൻസൈഡ് ദിയർ നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്, in-situ കൺസർവേഷൻ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നമ്മൾ അവർ ഉള്ള സ്ഥലത്ത് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? റെസ്ട്രിക്ഷൻസ് വെക്കാം. ചിലപ്പോൾ നമ്മൾ മനുഷ്യർക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അത് അവരുടെ ഏരിയ ആണ്, ഇല്ലെങ്കിൽ നമ്മൾ അവിടെയും പോയിട്ട് വീൽ സ്റ്റാർട്ട് സംതിങ് ദെയർ. അപ്പോൾ അതുകൊണ്ട് വീൽ ഹാവ് സം കൈൻഡ് ഓഫ് റെസ്ട്രിക്ഷൻസ് ലൈക്ക് ദാറ്റ്. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ചിലപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം വെക്കാം. അപ്പോൾ അതാണ് in-situ കൺസർവേഷൻ. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫോർ ദെം, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ആനിമൽസിന് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിൽക്കാൻ വേണ്ടി നമ്മളൊരു കൺസർവേഷൻ അവിടെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആനിമൽസ് ആകാം ആൻഡ് പ്ലാന്റ്സ് ഓൾസോ. ദാറ്റ് ഈസ് in-situ കൺസർവേഷൻ. ഓക്കെ, now we have discussed about all these things, and finally why is that environmental study is so important? ഇത്രയും പറഞ്ഞു. ഇറ്റ്സ് അബൌട്ട് എൻവയൺമെൻറ്റ്, ഓൾ ദീസ് തിങ്സ് ദാറ്റ് വി ഹാവ് അറൗണ്ട് us. വി ഹാവ് ഡിഫറെൻറ്റ് ആനിമൽസ്, in-situ, ex-situ, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ, സസ്റ്റൈനബിലിറ്റി, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് വൈ ഇസ് ദാറ്റ് എൻവയൺമെൻറ്റ് സ്റ്റഡീസ് ഇസ് ഇമ്പോർട്ടൻറ്റ്? ഓൾറെഡി നമുക്ക് ഒരു കാര്യം അറിയാം. എൻവയൺമെൻറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ it collects information or incorporate informations from different discipline.
അപ്പോൾ ഈ എൻവയൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് there is some relevance for this term. എന്തൊക്കെ തരത്തിലുള്ള എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് ആണോ നമുക്കുണ്ടാകുന്നത് അത് നമ്മളുടെ റീജിയണൽ മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യരുത്. All these issues have international importance, which means you need to have an international corporation. അല്ലെങ്കിൽ പല രാജ്യങ്ങൾ തമ്മിൽ നമുക്ക് ചേർന്ന് we need to have a corporation അല്ലെങ്കിൽ we need to have a mutual understanding like how to curb this particular issue. ഇപ്പോൾ climate change അല്ലെങ്കിൽ global warming അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്ലോബലി എഫക്റ്റിംഗ്. സോ അതിനെ നമുക്ക് എങ്ങനെ കർബ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരാം. പ്രോബ്ലംസ് ഡ്യൂ ടു മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ ലൈക്ക് വേ ബാക്ക് ഫ്രം ഇൻഡസ്ട്രിയലൈസേഷൻ ആ ഒരു ടൈം പീരീഡ് തുടങ്ങിയത് മുതൽ ഭയങ്കരമായൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് നമുക്ക് അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെഷീൻസ് ഒരുപാട് കാര്യങ്ങൾ വി ആർ ഇൻകോപ്പറേറ്റിംഗ് ഓൾ ദീസ് തിങ്സ് ടു അവർ ഡെയിലി ലൈഫ്. അവിടെ നമുക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റൊക്കെ നേരെ നമ്മൾ പറഞ്ഞതുപോലെ ഈ മറൈൻ വാട്ടറിലേക്ക് അങ്ങനെയൊക്കെ നമ്മൾ അങ്ങ് ഒഴുക്കി വിടുന്നത് അല്ലെങ്കിൽ ഈ മറൈൻ വാട്ടറായിട്ട് അത് മിക്സ്ഡപ്പ് ആയി പോകുന്നത്. സോ ഓൾ ദീസ് തിങ്സ് അല്ലെങ്കിൽ കെമിക്കൽസ് റിലീസ് ആകുമ്പോൾ അത് ചിലപ്പോൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. വി ഹാവ് ആസിഡ് റെയിൻ. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുടെയും റീസൺ എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ദ മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. സോ അങ്ങനെയുള്ള പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം വി ടേക്ക് എ മെഷർ അഗെയിൻസ്റ്റ് ദീസ് പ്രോബ്ലംസ്. ദെൻ another ഇഷ്യൂ ഇസ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പോപ്പുലേഷൻ നമ്മൾ ഈ ഒരു എക്സ്പ്ലോസീവ് ഇൻക്രീസ് എങ്ങനെ കർബ് ചെയ്യാം, സ്റ്റെബിലിറ്റി കൊണ്ടുവരിക അല്ലെങ്കിൽ അതിനെ കുറയ്ക്കാനുള്ള മെഷേഴ്സ് നോക്കുക. wherever you can choose an alternative solution അല്ലെങ്കിൽ wherever it is possible you can choose something in an alternative form which is eco-friendly. അതിനു വേണ്ടി ചൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നമ്മൾ അതിലേക്ക് അഡോപ്റ്റ് ചെയ്യാം. സോ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് എടുക്കാൻ പറ്റുന്ന സമയത്തെല്ലാം wherever it is possible go for alternative solutions which will conserve and protect our environment. And finally need for wise planning. പ്ലാനിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് വിച്ച് വി ആർ ഡെലിബറേറ്റ്ലി ഫോക്കസിങ്. അറിഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻ്റ് ആണ്. വിൽ ഫർഗെറ്റ് അബൌട്ട് ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ പോലും മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് റിസോഴ്സസ് പ്രോപ്പർലി അല്ലെങ്കിൽ ദ പ്ലാൻ ഈസ് മെയ്ഡ് വൈസ്ലി. നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി പ്ലാൻഡ് വൈസ്ലി വിത്തൗട്ട് എഫക്റ്റിംഗ് ദ നേച്ചർ. അങ്ങനെയായിരിക്കണം ഇനി മുൻപോട്ടേക്ക് പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് എവറിത്തിങ് ഈസ് ഇൻക്രീസിങ് ലൈക്ക് പോപ്പുലേഷൻ ആകാം പൊല്യൂഷൻ ആകാം എല്ലാ കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യുകയാണ് വിച്ച് ഈസ് ഹാവിങ് എ വെരി ബാഡ് ഇഫക്റ്റ് ഓൺ അവർ എൻവയൺമെൻറ്റ്. സോ അതിനെ കർബ് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. സോ ദാറ്റ് ഈസ് വൈ എൻവയൺമെൻറ്റൽ സ്റ്റഡീസ് ആസ് എ കോൺസെപ്റ്റ് ഓർ ആസ് എ സബ്ജect is important. Whatever issues we are having, take it into international importance. Curb problems due to modernization or development. കുറച്ചും കൂടി പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക റിഗാർഡിംഗ് ദി ഡെവലപ്മെൻറ്റ്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കുറയ്ക്കാൻ നോക്കുക. ആൻഡ് ഇഫ് ഇറ്റ്സ് പോസിബിൾ ഇഫ് യു ഹാവ് എൻ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അത് ചൂസ് ചെയ്യാം wherever possible. So sustainability is no longer about doing less, but it's about doing more good. So it's not about doing less harm. ചെയ്യുന്നത് കുറച്ച് കൊണ്ടുവരാമെന്നല്ല, പക്ഷേ ഡൂയിങ് സംതിങ് മോർ, നല്ലത് കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായി ചെയ്യാം. ദാറ്റ് ഈസ് അബൌട്ട് സസ്റ്റൈനബിലിറ്റി അക്കോർഡിംഗ് ടു ജോഷ് ആൻഡ് സേറ്റ്സ്. സോ സസ്റ്റൈനബിലിറ്റി ഈസ് നോ ലോങ്ങർ അബൌട്ട് ഡൂയിങ് ലെസ് ഹാം, ഇറ്റ് ഈസ് അബൌട്ട് ഡൂയിങ് മോർ ഗുഡ്. So throughout the session we discussed about the human-environment relationship, sustainability and sustainability development, and the multidisciplinary nature of environmental studies, and finally the importance of environmental studies. So while going through all these things we came across some keywords like sustainable development. That is, ഇപ്പോൾ ഉള്ള ആളുകളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യണം, പക്ഷേ we should not compromise on the future generations' ability to meet their own needs. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് വിച്ച് ക്യാൻ ബി കണ്ടിന്യൂഡ്. എന്താ അവിടെ ചെയ്യുന്നത്? വി ആർ നോട്ട് ഡിപ്ലീറ്റിംഗ് ദ നാച്ചുറൽ റിസോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വി ആർ മേക്കിംഗ് ഷുവർ ദാറ്റ് എവറിത്തിങ് ഇസ് ഗോയിങ് ഇൻ എ സസ്റ്റൈനബിൾ മാനർ. അത് നമ്മൾ ഉറപ്പുവരുത്തുമ്പോഴും എന്ത് കുറയാൻ പാടില്ല? റിസോഴ്സസ് ഷുഡ് നോട്ട് ബി ഡിപ്ലീറ്റഡ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഇൻ സിറ്റു. അവരുടെ തന്നെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഇൻ സിറ്റു
outside ആയിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ, outside their natural habitat പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ, that is about ex situ conservation. So this is about your unit 1, our environment. So we discussed about the basic terminologies, what is environment, and we discussed about all those things that is affecting an environment related to sustainable development and sustainable development goals, and all those things are very important when you're considering about our environment. And to end the session, I have a quiz. നമുക്ക് അവിടെ ഒരു 3 question ഉണ്ട്. So you can just go through the question and check whether you can get the answer for these questions. It's very simple. നമ്മളുടെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉള്ള കുറച്ച് questions ആണ് they put up there. So just try to finish off this quiz as well. So once when you're done with this session, do check out the IGNOU's self-learning material at Hikewise Learning, and also check out the value-added notes, attempt the objective test and Exampedia. So we will see in the next session. Thank you.